ഹലോ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മനോഹരമായിട്ടുള്ളൊരു ടീ കപ്പാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളുടേതൊരു ടീ കപ്പിൻ്റെ ആണ്, കണ്ടില്ലേ, വെറൈറ്റി ടീ കപ്പാണ്. അപ്പോൾ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇനി നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ടീ കപ്പിന് നമ്മൾ എടുത്തിരിക്കുന്ന ചിരട്ടയാണിത്. ഇത് മുന്നേ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാനും വേണ്ടി എടുത്ത വെച്ചൊരു ചിരട്ടയാണ്. അപ്പോൾ അത് പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തതാണ്. ഇനി നമ്മൾ അതിൻ്റെ ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള ഭാഗം അതുപോലെ ഒന്ന് ആ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആക്സ് ബോർഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മളെല്ലാം കട്ട് ചെയ്യുന്നത്. എന്നിട്ടത് ഗ്രൈൻഡറിൽ വെച്ചിട്ട് പേപ്പർ ഇട്ടിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കണമുണ്ട്. ഇന്നത്തെ വീഡിയോ അത്യന്തം ചെറിയൊരു വീഡിയോ ആണ്, കുറച്ചേ കാണാനുള്ളൂ. ഇനി നമ്മൾ അതിലേക്ക് ഹോൾഡ് ചെയ്ത് നിർത്താൻ അതിന് കുറച്ച് ചെരിവ് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഏകദേശം ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി 2 പീസ് അതിൻ്റെ കട്ട് ചെയ്തെടുക്കാനുണ്ട്, കൈ വയ്ക്കുന്ന ഭാഗം. അത് നമ്മൾ ചെറിയൊരു പീസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ 2 പീസാക്കിയിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ കൈ വെച്ച് പിടിപ്പിക്കുന്നത്. അത് മൊത്തത്തിൽ പേപ്പറൊക്കെ ഇട്ട് ഗ്രൈൻഡറൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒട്ടിക്കുന്നതിൻ്റെ മുന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് പേപ്പർ ഇട്ട് എടുക്കുന്നുണ്ട്. ആദ്യം തന്നെ പേപ്പർ ഇട്ടിട്ട് മൊത്തത്തിലൊന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് ചെരിവ് വരുന്ന രീതിയിലൊക്കെ എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഫ്ലക്സിക്ക് വെച്ച് ഒന്ന് ഒട്ടിപ്പിടിച്ചതിന് ശേഷം നമ്മൾ അതിൽ ഒന്ന് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല രീതിക്കൊന്ന് സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ഒട്ടി നിന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്യാപ്പിലേക്കൊക്കെ പൊടി ഇട്ടിട്ട് മൊത്തത്തിൽ സെറ്റാക്കി ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ബലത്തിൽ നിൽക്കാനും വേണ്ടി അതിലേക്ക് പൊടി നന്നായിട്ടിട്ട് കൊടുക്കണമുണ്ട്. ഇനി നമ്മൾ അവിടെ തന്നെ കൈയും വെക്കുന്നത്, അതിലേക്ക് കൈയും വെച്ച് സെറ്റാക്കിയിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മുന്നായിട്ട് കൈബാൻ്റെ ഉൾഭാഗമൊക്കെ നമ്മൾ കറക്റ്റ് ഒന്ന് ചെയ്യുകയെന്ന് റെഡിയാക്കി എടുക്കണമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ഏകദേശം കൈഭാഗം നമ്മൾ താഴെ ഭാഗം ഒന്ന് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ പൊടിയൊക്കെ ഇട്ട് നല്ല സെറ്റായി കിട്ടിയതിന് ശേഷം നമ്മൾ മേൽഭാഗം ഒന്ന് വെച്ച് കൊടുക്കണമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പേപ്പർ ഇടാനുള്ള ഭാഗം പേപ്പർ ഇട്ടിട്ട് ഗ്രൈൻഡറൊക്കെ ചെയ്തിട്ടാണ് മിനുസപ്പെടുത്തി എടുക്കുന്നത്. മുഴുവൻ വീഡിയോയിൽ കാണിക്കാതെ ഇരുന്നതാണ്. ചെറിയ വീഡിയോ ഒക്കെയാണ് ഇത് എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ ഇതെല്ലാം നല്ല ബലം കിട്ടാനും വേണ്ടിയിട്ട് എല്ലാ ഭാഗങ്ങളിലും കഴിവതും പൊടിയൊക്കെ ഇട്ട് ഒന്ന് ഏറെ ഉള്ളതൊക്കെ ഒന്ന് പേപ്പർ ഇട്ടും ഗ്രൈൻഡ് ചെയ്തൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉൾഭാഗം നമ്മളൊന്ന് റൗണ്ട് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഉൾഭാഗത്ത് നമ്മൾ പോളിഷൊന്നും ചെയ്യില്ല, കാര്യം ഇത് ചായ ഒഴിച്ച് ചായക്കപ്പാക്കി എടുക്കുന്നതല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം നല്ല രീതിക്ക് ഇനിയൊന്ന് പേപ്പർ ഇട്ട് എടുക്കാനുണ്ട്. മൊത്തത്തിൽ ഒന്ന് മിനുസപ്പെടുത്തി എടുക്കണമുണ്ട്. നല്ല രീതിക്ക് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളതിൽ ഒരു കോട്ട് വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൽ വെളിച്ചെണ്ണ തേച്ചെടുത്തിട്ടുണ്ട്.
ഏകദേശം നല്ല രീതിക്ക് തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലൊരു ഇമോജി ഷേപ്പ് ഒരു വെള്ള ചിരട്ടയിൽ വെട്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ അതിനെല്ലാത്തിനും ഹോൾ ഇട്ടിട്ട് അതിൽ ബ്ലേഡ് കയറ്റി ടൈറ്റാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് അതിന് വേണ്ട രീതിയിൽ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അത് നമ്മൾ അതിൽ ഒട്ടിച്ച് വയ്ക്കുക. അത്രേ ഇതിൽ ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. ബാക്കിയുള്ള ഭാഗങ്ങൾ ആക്സ് ബോർഡ് വെച്ച് കട്ട് ചെയ്തെടുത്ത് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് അത് പേപ്പറൊക്കെ ഇട്ടെടുത്തിട്ട് നമ്മൾ കപ്പിൽ ഒട്ടിച്ചെടുക്കുന്നു. അത്രേ ഇതിൽ ചെയ്തിട്ടുള്ളൂ. അതിൽ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം പിന്നീട് സ്ലീക്ക് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മൊത്തത്തിൽ ഉൾഭാഗങ്ങളിൽ അടിക്കാതെ പുറം ഭാഗത്ത് മാത്രം സ്ലീക്ക് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം നല്ല രീതിക്ക് തന്നെ നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ടീ കപ്പ്. ഫൈനൽ ലുക്ക് നമുക്ക് നല്ല മനോഹരമായിട്ടുള്ളൊരു ടീ കപ്പ് കിട്ടി. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവരോടും ഞാൻ ബൈ പറയുന്നു.